സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ അവസാന ദിനമാണ്. കണ്ണൂരായിരുന്നു ആദ്യം മുന്നിൽ, ഇപ്പോൾ തൃശ്ശൂർ കയറിയിട്ടുണ്ട്. എങ്കിലും കണ്ണൂരും പാലക്കാടും തൃശ്ശൂരും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കലോത്സവ വിശേഷങ്ങളിലേക്ക് പോകാം. അതിനു മുൻപ് മറ്റ് വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. UDF പ്രവേശന സാധ്യതകൾ ഊർജിതമാക്കി PV അൻവർ MLA ഇന്ന് തിരുവനന്തപുരത്ത് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള UDF നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ജാമ്യത്തിലിറങ്ങിയ അൻവർ ഇന്നലെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും PK കുഞ്ഞാലിക്കുട്ടിയെയും വീട്ടിലെത്തി കണ്ടിരുന്നു. എന്നാൽ UDF നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയ ലക്ഷ്യമില്ലെന്നും വനനിയമ ഭേദഗതിക്കെതിരെ പ്രതിപക്ഷ പിന്തുണ നേടാനാണ് ശ്രമമെന്നും അൻവർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണി, കഴിഞ്ഞ ദിവസം PV അൻവർ MLA ജയിൽ മോചിതനായതിനു ശേഷം മാധ്യമങ്ങളെ കാണുകയുണ്ടായി. UDF പ്രവേശന സാധ്യതകൾ ഊർജിതമാക്കാനാണോ അൻവറിന്റെ നീക്കം? ഹരിത, വനനിയമ ഭേദഗതിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആരംഭിക്കുക ലക്ഷ്യമിട്ടാണ് PV അൻവർ ഈ UDF ഒപ്പം ചേർത്തുകൊണ്ട് തന്നെ വലിയൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് PV അൻവർ ആഹ്വാനം ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ രീതിയിൽ UDF ഈ വനനിയമ ഭേദഗതിക്കെതിരെ അല്ലെങ്കിൽ ഈ ജനം അഭിമുഖീകരിക്കുന്ന വന്യമൃഗശല്യത്തിനെതിരെ വലിയ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭം ഏറ്റെടുക്കണം, അതിന്റെ നേതൃത്വം UDF നയിക്കണമെന്നാണ്, അല്ലെങ്കിൽ UDF അതിന്റെ നേതൃത്വം ഏറ്റെടുക്കണമെന്നാണ് PV അൻവർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. അതിന് പിന്നാലെയാണ് UDF നേതാക്കളെ അദ്ദേഹം നേരിട്ട് കണ്ടത്. പാണക്കാടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. എന്തായാലും UDF ചേർന്ന് പ്രവർത്തിക്കുക എന്നത് തന്നെയാണ് PV അൻവറിന്റെ ലക്ഷ്യം. എന്തായാലും ഈ വനനിയമ ഭേദഗതിക്കെതിരെ സംസ്ഥാന സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുക, അതിന് നേതൃത്വം UDF വഹിക്കണമെന്നാണ്, അല്ലെങ്കിൽ അതിന് നേതൃത്വം വഹിക്കേണ്ടത് UDF ആണെന്നാണ് അൻവർ പറയുന്നത്. ആ രീതിയിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയ വിജയം നേടാമെന്നും അൻവർ പറയുന്നു. അങ്ങനെയാണ്, ആ രീതിയിലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞിരുന്ന കാര്യം. എന്തായാലും ഇന്ന് കൂടുതൽ നേതാക്കളെ അദ്ദേഹം നേരിട്ട് കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് തിരുവനന്തപുരത്ത് എത്തുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. അതോടൊപ്പം തന്നെ മറ്റു ചില നേതാക്കളുമായും കൂടിക്കാണുമെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ PV അൻവറിന്റെ നിലപാടിനൊപ്പം പഴയ പ്രതികരണങ്ങളെല്ലാം തന്നെ ഒരു മയപ്പെടുത്തുന്ന രീതിയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ എത്തുന്ന കാര്യം കൂടി നമ്മൾ കണ്ടിരുന്ന കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കൂടാതെ കുഞ്ഞാലിക്കുട്ടി അതോടൊപ്പം തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളടക്കം പറഞ്ഞൊരു കാര്യം, PV അൻവറിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ആ വിഷയം, PV അൻവർ ഉയർത്തുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് വന്യമൃഗശല്യം അതോടൊപ്പം തന്നെ വന നിയമ ഭേദഗതി, ഈ രണ്ട് വിഷയങ്ങളാണ് PV അൻവർ പ്രധാനമായി ഉന്നയിക്കുന്നത്. ഈ വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നും ഈ നേതാക്കൾ പറയുന്നു. അതോടൊപ്പം തന്നെ UDF പ്രവേശനത്തിനുള്ള സാധ്യതകൾ പരിശോധിക്കുമെന്നൊരു കാര്യം കൂടി ഈ നേതാക്കൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. എന്തായാലും UDF പ്രവേശനം ഊർജിതമാക്കുകയാണ് PV അൻവർ എന്നും നമുക്കൊരു ഘട്ടത്തിൽ പറയേണ്ടതായുണ്ട്. എന്തായാലും UDF ചേർന്ന് ഈ വനനിയമ ഭേദഗതിക്കെതിരെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുക എന്ന് തന്നെയാണ് PV അൻവർ ലക്ഷ്യമിടുന്നത്. എന്തായാലും ഇതിലൊരു രാഷ്ട്രീയമില്ലെന്നാണ് PV അൻവർ പറയുന്നത്. തനിക്ക് ഈ പിന്തുണ, UDF പ്രതിപക്ഷത്തിന്റെ പിന്തുണ വേണം, അതിനുവേണ്ടിയാണ് ഇത്തരത്തിൽ കൂടിക്കാഴ്ച നടത്തുന്നത് എന്നൊരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. എന്തായാലും PV അൻവറിനെ സംബന്ധിച്ച് വലിയ ഒരു നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്നും പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഉണ്ടായ ഒരു സംഭവമായിരുന്നു നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ആക്രമണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ. ഒരു യുവാവിനെ കാട്ടാനെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു. അതിൽ വലിയ പ്രതിഷേധം PV അൻവർ നേതൃത്വത്തിൽ ഉയർത്തുന്നു. ഫോറസ്റ്റ് ഓഫീസ് ആക്രമണവുമായി ബന്ധപ്പെട്ട് PV അൻവറിനെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ വലിയ പിന്തുണയുമായി PV അൻവറിന് വലിയ പിന്തുണയുമായി UDF നേതാക്കൾ ഒന്നടങ്കം രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം വിളിച്ച് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. കൂടാതെ ഈ നേതാക്കളെല്ലാം തന്നെ നേരിട്ട് കാണുമെന്നും പറഞ്ഞത്. അതിന് പിന്നാലെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പാണക്കാടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളെ അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയെയും നേരിട്ട് കണ്ടത്. എന്തായാലും ഇന്ന് കൂടുതൽ നേതാക്കളെ കാണുക തന്നെയാണ് PV അൻവർ ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് തിരുവനന്തപുരത്ത് എത്തുന്നത്. എന്തായാലും രമേശ് ചെന്നിത്തലയെ ആദ്യം കാണുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഹരിത ഉണ്ണി, അതേസമയം തന്നെ ഈ പ്രതിപക്ഷത്തെ കാണുന്നതിലൂടെ PV അൻവറും പ്രതിപക്ഷവും ഈ ഭരണപക്ഷത്തെ താഴെയിടാനുള്ള ഒരു വിഷയമായി ഈ വനഭേദഗതിക്കെതിരെ കാണുമെന്ന് തോന്നുന്നുണ്ടോ?
ഹരിത, ഈ വനനിയമ ഭേദഗതി അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി തന്നെയാണ് PV അൻവർ ഉന്നയിക്കുന്നത്. കൂടാതെ വന്യജീവി ആക്രമണം വലിയ രീതിയിൽ തന്നെ ഉണ്ടാകുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ മണ്ഡലങ്ങളിലെല്ലാം തന്നെ വലിയൊരു ജനത വലിയ വിഷയമായി തന്നെ ഈ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ വന്യജീവി ആക്രമണം എന്ന് പറയുന്നത്. ആ കാര്യങ്ങളെല്ലാം തന്നെ PV അൻവർ ഉയർത്തിക്കാട്ടുകയുണ്ടായി. എന്നാൽ ഈ വിഷയങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ സംഘടിക്കേണ്ട കാര്യമുണ്ട്. ജനങ്ങളുടെ രക്ഷയ്ക്കായി തന്നെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി അവിടെ ഇറങ്ങേണ്ട ഒരു കാര്യമുണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതിനുവേണ്ടി പ്രതിഷേധിക്കണം, അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കണമെന്നാണ് PV അൻവർ ആവശ്യപ്പെട്ടിരുന്നത്. അതിന്റെ ഭാഗമായി തന്നെ കോൺഗ്രസ് അല്ലെങ്കിൽ UDF അതിന്റെ നേതൃത്വത്തിൽ വരണം, അതിന്റെ നേതൃത്വം UDF ഏറ്റെടുക്കണമെന്നാണ് PV അൻവർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. താൻ അവരോടൊപ്പം ഒരു പ്രവർത്തകനായി ഉണ്ടാകും ഈ വിഷയത്തിൽ, അല്ലെങ്കിൽ ആ വിഷയം അവർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരു പ്രവർത്തകനായി ഒപ്പം ഉണ്ടാകുമെന്നാണ് PV അൻവർ വ്യക്തമാക്കിയത്. കൂടാതെ തനിക്ക് സ്ഥാനമൊന്നും വേണ്ട, ഈ ജനങ്ങളാണ് ഏറ്റവും പ്രധാനമെന്നൊരു കാര്യം കൂടി PV അൻവർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ UDF-നൊപ്പം ചേർന്നുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളെല്ലാം തന്നെ ഉയർത്തി സർക്കാരിനെതിരെ ഒരു പോരാട്ടം നയിക്കുക എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ പോരാട്ടത്തിലേക്ക് നീങ്ങുക എന്ന് തന്നെയാണ് PV അൻവർ ലക്ഷ്യമിടുന്നത്. താൻ ഉന്നയിച്ച കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു പിന്തുണ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വേണം എന്നതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ കൂടിക്കാഴ്ച എന്നതും ഏറ്റവും പ്രധാനമായും പറയേണ്ടതാണ്. ഹരിത. ശരി, ഉണ്ണിയാണ് വിവരങ്ങൾ നൽകിയത്.